ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ നാട് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുക. നമ്മളിപ്പോഴാണ് നിൽക്കുന്നത് നമ്മുടെ ഡോറയുടെ സ്വന്തം നാടായ മൂലമറ്റത്താണ്. ഞാൻ നമ്മുടെ ലുട്ടാപ്പി സെയ്ത്, നമ്മുടെ ആര്യമോളുണ്ട്, ലുട്ടാപ്പി ബിനോയ് ഉണ്ട്. അതെ, ലുട്ടാപ്പിയും ബിനോയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പോകുന്നു. നമ്മുടെ ഗബ്രൂട്ടനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഗബ്രൂട്ടനെ നമ്മളാണെങ്കിൽ ഡോറയുടെ അമ്മേനെ ഏൽപ്പിച്ചു, സാവിത്രി അമ്മേനെ ഏൽപ്പിച്ചു നമ്മൾ. അപ്പോൾ നമ്മുടെ സ്വന്തം ജലദോഷം അല്ല, ജലദോഷം നേരത്തെ ഉണ്ട്. നമ്മുടെ സ്വന്തം കുഞ്ഞാണെങ്കിലും ഇനി നമ്മുടെ സഹോദരന്മാരുടെ കുഞ്ഞാണെങ്കിലും നമ്മൾ അവരെ സുരക്ഷിതമായിട്ട് നിർത്താനേ നോക്കത്തുള്ളൂ. നമ്മൾ ചെന്ന് ചാടുന്ന കുഴിയിലെല്ലാം കൊണ്ട് ചാടിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ മക്കളെ നമ്മൾ സേഫായിട്ട് വെക്കാനേ ശ്രമിക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളൊരിക്കലും കുഞ്ഞുങ്ങളെ വേർതിരിച്ച് കാണാറില്ല. പിന്നെ തോന്നിയിട്ടില്ല. നമ്മളെന്തായാലും മോനെയാണെങ്കിൽ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 4 കൂടെ പോവുകയാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നേരത്തെ നമുക്കൊന്നിനും പോകാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ഒരു ടൈം കിട്ടിയപ്പോൾ ഒന്ന് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞ് നമ്മുടെ സന്തോഷത്തെ പലരും തല്ലിക്കെടുത്താൽ നോക്കിയെങ്കിലും നമ്മൾ പോകാതെ ഈ ശക്തിയോടെ പോരാടി തിരിച്ചു വരും. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന നാടുകാണി വ്യൂ പോയിന്റിലാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മളങ്ങനെ എവിടെ ഡോറ എത്തിയിരിക്കുന്നത്? നാടുകാണി പൗലിൻ. അങ്ങനെ അവിടെ എത്തിയിരിക്കണം. നമ്മുടെ ഡോറ അതാണ്ട് നമ്മുടെ ലുട്ടാപ്പിയും അന്യായ വെയില് കേട്ടോ. പണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ നല്ല ചൂട്. അടിപൊളി കേട്ടോ. നീ ഓവർ ആവുന്നുണ്ടായിരുന്നു. ചുമ്മാ ഞാൻ ശരിയാക്കും. അവളെല്ലാം പറഞ്ഞാലേ അപ്പി അപ്പി നെഗറ്റീവ് അടിക്കാൻ കുറെ പേര് വരും. അടുത്ത ബിനോയ് ചേട്ടാ ഞാൻ പണ്ട് കേറിയതാ. ഞാൻ പണ്ട് അതിനകത്ത് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് ഇങ്ങനെ കിടന്ന് കുലുങ്ങി ഞാൻ മറിഞ്ഞു വീഴാൻ പോയായിരുന്നു. അങ്ങനെ നമ്മൾ നാടുകാണി വ്യൂ പോയിന്റിന്റെ മുകളിലെത്തി. നമ്മൾ എങ്ങനെ ഉണ്ടായിരിക? മൂലമറ്റം ഇതിലെവിടെയോ ഒരിടത്താണ് ഡോറയുടെ വീട്. ഇതുകൊണ്ട് മൂലമറ്റം പവർ സ്റ്റേഷൻ കണ്ട, ഇതുകൊണ്ട് ദോ കാണുന്ന ഇതാ, ആ കാണുന്നതാണ് മൂലമറ്റം പവർ സ്റ്റേഷൻ. കാണാത്തവർക്കായിട്ട് തരാം. കാണിച്ചു തരാന്ന് ഇതേണ്ടേ കണ്ട, ഇതാണ് മൂലമറ്റം പവർ സ്റ്റേഷൻ. നല്ല പൊളി സ്ഥലമല്ലേ? എത്ര ദൂരത്തെ നമ്മൾ നിൽക്കുന്നതെന്ന് നോക്കിയേ. മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുവാണ്. കണ്ട, മുഴുവനും മഞ്ഞ് മൂടി കിടക്കുക. പക്ഷെ ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് ആ ചൂടും ഉണ്ട്. വീണാഡിം. ഓ, വ്ളോഗർ ലുട്ടാപ്പിയും വ്ളോഗർ ആര്യയും വീഡിയോസ് എടുത്തോണ്ട് നിൽക്കുന്നു. ഓക്കെ, ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ മൊബൈൽ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്? ദേ അവിടെ ഉണ്ട് കണ്ട, അവിടെ മലയുണ്ട് കണ്ട. അടിപൊളി പൂ പിടിച്ച മരം. അടുത്ത നമ്മൾ പോകാൻ പോകുന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദേ അവിടെ. എൻ്റെ ദൈവമേ, ഇതിപ്പോൾ പൊട്ടി അങ്ങോട്ട് വീഴണം അല്ലേ? രണ്ടിൻ്റെയും മൂലം ഒന്നാ മേളിൽ കയറും. ഇടയ്ക്കിടയ്ക്ക് ഏറിപ്പോകുന്ന നല്ലയാടാ.
പിടിക്കാൻ പാടുണ്ട്. ഞാൻ എങ്ങനെയാണ് തള്ളിക്കറിയത്. ചേട്ടാ ഇപ്പൊ ഇരി. ഞാനാ ചേട്ടനും കൂടെ ഇരുന്നോ? ഇരി. ഞാൻ ഇറങ്ങണം. നിങ്ങളിരുന്നോ? ഇരിക്ക്. എന്നിട്ട് ചേട്ടനും കൂടെ ഇരി. ബാഗ് മാറ്റി ചേട്ടാ. കേറിയിരിക്കാൻ പറഞ്ഞില്ലേ ഓൾറെഡി. ചേട്ടാ കാല് ചേച്ചി ഒരു പാട്ട്. കുറച്ച് കൂട്ട് കൂട്ട് കൂട്ട്. ചാടിയ താഴെ പോവും. ഇല്ല ഇല്ല, അത് നോക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. ഈഴാണെങ്കിൽ കുഴിയിലോട്ടോ പോത്തോളൂ. അത് നിന്നെ ആരടി വാഴ? അത് ബാക്കിൽ വാഴ നിൽപ്പുണ്ട്. നീ എന്തായാലും ബിനോയ് ചേട്ടൻ അങ്ങനെ പറയണ്ടായിരുന്നു. വിഷമായി കാണും. ആയിക്കോട്ടെ, എനിക്കല്ലല്ലോ മുഖം കണ്ടറിയാം. മുഖം കണ്ടറിയാം. ആ ക്ലോസപ്പ് എടുക്കാം. വാഴ എന്ന് പറഞ്ഞത് നീയാണ്, ഞാനല്ല. അത് തന്നെ ബിനോയ് ചേട്ടനാണ്. സാധാരണ ബിനോയ് ചേട്ടനെയാണ് അവള് വിളിക്കുന്നത്. പറയണ്ട, എല്ലാം കുഴപ്പമില്ല. വാഴയെന്ന് കേട്ടപ്പോഴേ സങ്കടം വന്ന ആർക്കാന്ന് മനസ്സിലായി. ആർക്ക്? അർത്ത് കൊലച്ചിരി ചിരിക്കേ ഇട്ടുകൊടുത്ത. അങ്ങനെ എല്ലാരും മാറി മാറി ആടുകയാണ്, ആടിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടിയിട്ട് അവൻ നിൽക്കുമ്പോ ഇത് വന്ന് അവന്റെ ദേഹത്ത് കെട്ടി അവൻ വാഴത്തോപ്പി വീഴണം. ഭാവിക്കടി മതി 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 മതി. നീ എന്തിനിങ്ങനെ ഒന്ന് ഭാവിക്കുന്ന? ആ മതി, നിർത്ത്, ഇറങ്ങ്. എടാ മതി, നിർത്ത്. ഇത് ഇന്ന് രാവിലെ എനിക്ക് സംഭവിച്ച പോലെ. ഈ ഭാവിക്കാടി മതി മതി മതി, ഭാവിക്കാതെ. ഡാ നീ എന്താടാ എന്റെ പെണ്ണുമ്പളെ കൊല്ലാൻ നോക്കിയാടി? നീ അല്ലേലും ഭാവിക്കാറുണ്ട്, എന്നിട്ട് പറയും ഞാനൊന്നും ഭാവിക്കാറില്ലേ. മതി ബാക്കി സ്ഥലം. അങ്ങനെ ഞങ്ങളിതാ നാടുകാണിയിൽ ആ പാർക്കിൽ എത്തിയിട്ടുണ്ട്. 2 കുഞ്ഞു പിള്ളേർ, 2 അല്ല 3 കുഞ്ഞുങ്ങളെ കാണാം. ഞാനും കുഞ്ഞാണ്, എനിക്ക് 7 വയസ്സായി. ആക്ഷൻ. പിടിച്ച് പിടിച്ച് ഇച്ചാ ഷൂ ഉരിച്ചാ, ഇച്ചാ ഷൂ ഉരി വെക്ക്. ഞാൻ പിടിക്കാതെ വന്നാ ഞാൻ കാണിച്ചു തരാം. അല്ല നേരത്തെ ഇങ്ങനെ ഇരുന്നാ ഞാനും ബിനോയ് ചേട്ടൻ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നേക്കാളും വെയിറ്റ് കൂടുതൽ. അയ്യോ ആ ആ ആ ആ കണ്ണിന്റെ നല്ല രസമുണ്ട്.
സുഖമുണ്ട് അച്ഛാ? അധികം ഹൈറ്റിലാടല്ലേ? നല്ല രസമുണ്ട്. നമ്മൾ പണ്ട് വന്നപ്പം ഊഞ്ഞാലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഫാമിലി ഊഞ്ഞാലും സിംഗിൾ ഊഞ്ഞാലും എല്ലാം ഉണ്ട്. മൃത്യൻ തുള്ളി മത്സരത്തുള്ളൽ. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. തുമ്പാച്ചി കുരിശുമല. അത് കയറാൻ വേണ്ടി തുമ്പച്ചി അതന്നെ തുമ്പച്ചി കുരിശുമല. കുറച്ച് റിസ്ക് ഉണ്ട്. എനിക്ക് കയറി പോണം മുകളിലോട്ട്. ഓക്കെ, കാണാം. അങ്ങനെതാ നമ്മുടെ ബിനോയ് ചേട്ടൻ ഡോറ ചേച്ചിയെ പൊക്കി തുമ്പാച്ചി കുരിശുമല കയറുകയാണ്. തുമ്പച്ചി കുരിശുമല കയറുകയാണ്. ആര്യക്കുട്ടി അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. മായാവി ലോങ് വീഡിയോ എടുക്കുന്നു. ദൂരമുണ്ട്. ഈ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി അങ്ങറ്റം വരെ കയറ്റമായിരുന്നു. ചേട്ടാ അതാരാ? അതല്ല, അവിടെ ആരും നിന്ന പോലെ തോന്നി. ഇവിടെ ഒരു ഈശോ മിശിഹായുടെ പ്രതിമ ഉണ്ട്. സ്റ്റാച്ചു രണ്ടും ഒന്നല്ലേ? തളർന്നിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരം എന്ന് വലിയ ഡയലോഗ് അടിച്ചിട്ടാണ് വന്നത് ബിനോയ് ചേട്ടൻ. സ്റ്റാമിൻ്റെ ഗുളിയൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. വ്ളോഗ് ഇതോ ചേട്ടാ അവിടെ തളർന്നിരിപ്പുണ്ട്. കൂട്ടുകാരെ, മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിനോയ് ചേട്ടനും ഡോറ ചേച്ചി. ആര്? ഞാൻ എല്ലാം കട എടുത്തു. ഇവിടെ നല്ല കാഴ്ചകളുണ്ട്. ആര് എന്തടി ഒരു വൈക്ലഭ്യം? പിന്നെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണം. അതുകൊണ്ടൊന്നും മിണ്ടാത്ത? എന്ത് തളർന്നോന്നോ? നീ ആരേനെ എടുത്ത് ഇവിടുന്ന് അങ്ങേ ഒറ്റ വരെ ഒന്ന് കേറി വാടാ. ഞാൻ കേറും. പിന്നെ എനർജി ബൂസ്റ്ററൊക്കെ അവിടെ നിന്ന് കഴിച്ചെന്ന് പറഞ്ഞതാര്? ശരി, നീ കേറി വരുവാണ്. നിനക്ക് ഇപ്പൊ ഞാൻ 1000 രൂപ കൈ തരാം. നീ അവിടുന്ന് ആരി എടുത്ത് ഇവിടെ ഇനി ഒന്നേന്ന് കേറണ്ട്. കഴിച്ച എനർജി ഒക്കെ തീരും. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് 1000 രൂപ വേണോ? നീ കേറി. അതെന്ത്? ചേട്ടനാണ് ഇവിടെ ബെറ്റ് വെച്ചിട്ട് കയറിയത്. ഞാൻ തളരൂല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ഞാൻ തളരൂലെന്ന് ഞാൻ പറഞ്ഞോ? ഡി ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. ആരും ഇല്ലായിരുന്നു. എന്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ. ഇല്ല. ഞാനും ചേട്ടനും തമ്മിലുള്ള ഡീലിംഗ് ആണ്. അല്ലല്ല, ഞാനും ചേട്ടനുള്ള ഡീലിംഗ് ആയിരുന്നു. നമ്മളെ മറ്റേ അവിടെ പോയില്ലേ, ആ ഡാമിന്റെ അവിടെ. ഓ ചേട്ടൻ പറഞ്ഞു. ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് പോയില്ല അങ്ങോട്ട്.
ഡാമിന്റെ അവിടെ നീ എന്റെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നല്ല. ഇവൻ പറയുന്നതെല്ലാം കേട്ടായിരുന്നു, ബെറ്റ് വെക്കുന്നതെല്ലാം കേട്ടായിരുന്നു. ഞാൻ പച്ചക്കള്ളത്തിനോട് പറയുന്നത് തനിയെ നടന്ന് എങ്ങോട്ടേലും പോയായിരുന്നോ? ഇല്ലല്ലേ. ഈ രാജനുണേന്റെ കാര്യം നിന്റെ ഭാര്യയാണ് സാക്ഷി. ഇപ്പൊ പോയത്. അങ്ങനെ വീണ്ടും അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ബിനോയ് ചേട്ടൻ ഡോറ ചേച്ചിയെ പൊക്കിക്കൊണ്ട് പോവുകയാണ്. വീണ്ടും കുറച്ച് എനർജി വെള്ളമൊക്കെ ആര്യ കൊടുത്ത് കലക്കി. ഈ അവസരത്തിൽ ആര്യക്ക് എന്താണ് പറയാനുള്ളത്? നല്ല റിസ്ക്കാണ്. നാളെ നമ്മൾ കിടക്കാം. കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പള്ളി അടച്ചിരിക്കുക. പിന്നെ അവിടെ ഒരു അങ്ങോട്ടുണ്ട് മേളിലോട്ട്. മരത്തിന്റെ അവിടെ ഇതേ എന്തിനാ രൂപ കൂടാ? രൂപ കൂടുന്ന പറയുന്നത്. ഇതിനെ പ്രതിനിധീകരിക്കുന്ന ഈശോ 15 എടുത്ത് സാറിന് 14 എന്റെ ഒരു കണക്ക്. 14 ചേട്ടാ. വീഴും, മുട്ടിടിച്ച് വീഴും. എനിക്ക് തോന്നേ ഈ തറക്കല്ലിൽ അടിക്കണം. ഇതൊന്ന് ഒരെണ്ണം ഇരിക്കുന്നത് വേറെ എന്തോ ആണ്, ഇത് വേറെ എന്തോ സംഗതി എന്താണെന്നറിയോ? ഒന്ന് വ്യാകുല മാതാവിന്റെ ഒരെണ്ണം കൊണ്ട് ഈശോ രൂപാന്തരപ്പെടുന്നതും ഇത് ഈശോയെ പ്രസവിക്കാൻ പോകുന്നതും അവിടം വരെയാണ് കുരിശി തറച്ചത്. അപ്പൊ അത് കൂട്ടരുത്. അത് കൂട്ടാം. കുരിശി തറയ്ക്കുന്നത് വരെയാണല്ലോ ഉള്ളത്. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് കുരിശി തറയ്ക്കുന്ന വരെയല്ലേ. ഇത് ഈശോയെ പ്രസവിക്കാൻ പോകുന്നത് അതുകൊണ്ട് രൂപാന്തരപ്പെടുന്നത്. അത് ദേവാലയത്തിൽ ഈശോയെ കാണാതെ പോകുന്ന സീൻ. അത് മറ്റു ശിഷ്യന്മാരോട് അല്ല, മറ്റേ റബ്ബിമാരോട് തർക്കിക്കുന്നത്. കൊറേ നേരമായിട്ട് രണ്ടുപേരും തർക്കം 14-15 ഉണ്ടെന്നൊക്കെ. അങ്ങോട്ട് കയറണ്ടേ? എല്ലാം കൂടെ കയറിയാണ്. എവിടെ ഈ കണ്ണാടി വെച്ചാണ് നോക്കട്ടെ, ഗ്ലാമർ ഉണ്ടാകുന്നു. ലുക്ക് തന്നെ നോക്ക്. വാ ചേട്ടാ, ചേട്ടൻ മല കയറുന്ന ധൃതിയിലാണ്. വാ കൊള്ളാടി പൊന്ന, വാ. ഫോട്ടോ എടുക്കുവാണോ? ആ ചേട്ടായി കൂട്ടുകാരെ, ഞങ്ങളാണെങ്കിൽ നമ്മുടെ കുരിശുമലയിലെത്തി. ഇത്രയും ദൂരം നമ്മൾ ഡോറേനെയും പൊക്കിക്കൊണ്ട് വന്നുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്ഷീണവും തളർച്ചയും കിതപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ശരി തന്നെ നമ്മൾ പൂർവാധികം ശക്തിയോടെ നമ്മൾ വ്ളോഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവൻ്റെ ഹെൽമെറ്റ് പയ്യ വയ്ക്കടാ ചാച്ചാ. എൻ്റെ ബാഗും ഹെൽമെറ്റും താങ്ങി എന്നെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ലുട്ടാപ്പി സെയ്തുമോനാണ്. എൻ്റെ വെള്ളവും കൂളിംഗ് ഗ്ലാസും താങ്ങി എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ കൂടെപ്പിറപ്പ് ആര്യാണ്. എൻ്റെ പുറകെ നടന്ന് എനിക്ക് വെള്ളം തന്ന് എന്നെ കുടിപ്പിക്കുമായിരുന്നു നമ്മുടെ ആര്യമോള്. അപ്പോൾ ഫൈനലി നമ്മൾ തുമ്പച്ചി കുരിശുമലയിൽ നമ്മളങ്ങനെ എത്തി. വേണ്ടേ നമ്മുടെ തുമ്പച്ചി കുരിശുമലയിലെ ഒരു കുരിശ് താണ്ടേ. അപ്പേ കഞ്ചാവ് അടിച്ചോണക്കായിപ്പോയി, എന്തൊക്കെയോ തല ചുറ്റുന്നു. അപ്പം വേണ്ടേ നമ്മുടെ ഡോറയുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്കാണെങ്കിൽ ഇവിടം കാണാൻ പറ്റും കേട്ടോ, ഈ കുരിശുമല കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഡോറയുടെ വീട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളാണ്ട് അങ്ങനെ കുരിശുമലയുടെ മേളിൽ എത്തി. വേണ്ടേ നമ്മുടെ ബാക്കിൽ മഞ്ഞാണ്, വ്യൂ കണ്ടില്ലേ, നല്ല മലയാണ്, എല്ലാം നല്ല മലനിരകളാണ്. വേണ്ട മഞ്ഞുണ്ട്, അതാ
ഡോറ താണ്ട് നമ്മുടെ ലുട്ടാപ്പി മോൻ താണ്ട് നമ്മുടെ ക്യാമറാമാൻ. അതെ ലുട്ടാപ്പി കണ്ണാടി സെയ്ത് മോൻ താണ്ട് താണ്ട് ആര്യമോള്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാവേ. ഇവിടെ വന്നതാണ് യോനാ പ്രവാചകൻ്റെ ഒരു രൂപം കാണാൻ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു സീക്രട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതിലെ കൂടെ കയറാൻ പോവാം. പേടിയാവുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. മൊത്തം ഒരുമാതിരി കിടക്കുന്നു. അയ്യോ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ആര്യ എങ്ങനെയുണ്ട്? ആര്യ ഭയങ്കര, ഞാൻ എൻ്റെ ബിൽഡപ്പൊക്കെ കണ്ടപ്പോൾ ആര്യ ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ. അയ്യോ ഓടുന്ന ആര്യ. നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന്റെ ഇടയിൽ കൂടെയാണ് വന്നത്. ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. ഇതില്ലേ മായാവി നമ്മള് ഒരു പാറയുടെ ഇടയിൽ കൂടെ നോക്ക്. ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്ക്. മായാവി നോക്ക്, പാറയുടെ ഇടയിൽ ഇങ്ങനെയാണ് നമ്മൾ വന്നത്. സീക്രട്ട് വഴി കിടക്കുന്നത്. നീ പോ നോക്കൊരിക്കൽ തെറ്റ്. നമ്മളിപ്പോഴാണെങ്കിൽ തുമ്പച്ചി കുരിശുമലയുടെ വ്യൂ പോയിന്റിൽ കയറി കേട്ടോ. ഞാനും സെയ്തു അങ്ങോട്ട് കയറിയോളൂ. ഡോറയും ആര്യയും തളർന്ന് ദേ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു കുരിശ് കാണുന്നുണ്ടോ? എവിടെ ആയിരുന്നു? അവിടെ അതുകൊണ്ട് ഒരു കുരിശ് കാണുന്നുണ്ടല്ലേ, അവിടെ ഇരിക്കുകയാണ്. ഡോറ ആര്യ ഇരിക്കുന്നുണ്ടോ? അവർ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ ദാണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റാണോ? സെറ്റ്. ആറൊക്കെ കണ്ട അങ്ങ് അറ്റത്ത് ആറ് നിങ്ങൾ ഈ കാണുന്ന വെള്ളം പോലെ എന്താ വലിയ ആറാണ് കാണുന്നത്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൂലമറ്റം ഫുള്ളും കാണാം. മൂലമറ്റം, തൊടുപുഴ എല്ലാം കാണാൻ പറ്റും. കണ്ട സെറ്റ്. അന്യായ വ്യൂ പോയിൻ്റ് കേട്ടോ. അന്യായ വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ അന്യായ വ്യൂ പോയിൻ്റ്. ഒരു രക്ഷയില്ല. സെറ്റ്. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ കണ്ട തുമ്പച്ചിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 5 മണി കഴിഞ്ഞു. നമ്മൾ വന്നത് എത്ര മണിക്കായിരുന്നു? 3 മണി 3:30. നമ്മുടെ ലുട്ടാപ്പിയും ആര്യയും ഇത് അവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് ആര്യയുടെ ഒരു ട്രോൾ വീഡിയോ ഇറക്കുന്നതായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും പുതിയൊരു പേരിട്ടിട്ടുണ്ട്, കാളിയ. കാളിയ മറ്റേ നമ്മുടെ ചോട്ടാ ഭീമിലെ കാളിയ ജെറ്റിട്ടുണ്ടോ ഇതില് കാളിയ. പക്ഷെ അതല്ല ന്യൂ ജനറേഷൻ പേര് ഞാൻ ഇടി. എന്നെ ഡാഗിനി എന്ന് വിളിക്കണോണ്ട് ഞാൻ ഡാഗിനി ഇതുവരെ വിളിച്ചില്ല വീഡിയോക്കകത്ത്. നീ തന്നെ വന്ന് പറഞ്ഞു നിന്റെ പേര്, ഞാൻ വിളിച്ചില്ല. എല്ലാരും ചിരിക്കും സന്തോഷം. ഇന്ന് ട്രോൾ വീഡിയോ ഇറങ്ങുമ്പോ എല്ലാരും ചിരിക്കും. അതിന്റെ അപ്പുറത്ത് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇറക്കും. പാർട്ട് 2 എങ്ങനെ ഇറക്കുന്നത്? അത് കുഴപ്പമില്ല. അപ്പോൾ അതാണ്ട് നമ്മുടെ ഡോറ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പയ്യെ നടന്നുകൊണ്ടിരിക്കുക. അയ്യോ അവള് കുറച്ചും കൂടെ ഓവറായി മെസ്സേജ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ തുമ്പച്ചി കുരിശുമലയിൽ പയ്യെ ഇറങ്ങണം. ഡോറ പയ്യെ നടക്കാൻ ശ്രമിക്കുകയാണ്. അത്രയും കയറ്റം കയറി വന്നില്ലേ? അവളെങ്ങനെയെങ്കിലും മസിൽ പിടിച്ച് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിരിക്കുക. ഷോൾഡർ പെയിൻ തുടങ്ങി, മുട്ടിന് വേദന തുടങ്ങി. അവസാനം നിനക്കെന്നെ സ്വച്ഛത്തിൽ പെട്ടിക്കകത്ത് കടത്തണം. അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരും എന്നെ പറഞ്ഞല്ല. ഞാനല്ല കൂടുതലും പറഞ്ഞ ലുട്ടാപ്പിയാണ്. നിന്റെ വായിൽ വന്ന് മായാവിന്ന്. അല്ല ഞാൻ എന്തോ പറഞ്ഞു? ഞാൻ വീഡിയോക്കകത്ത് എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞോ? ഞാൻ എന്തേലും പറഞ്ഞോ? ആര്യ ഞാൻ വീഡിയോക്കകത്ത് നിന്നെ അങ്ങനെയാ ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞോ? അതെന്റെ നിങ്ങൾ ആരും എന്നെ വിളിക്കരുത് അങ്ങനെ. ഇത് ലുട്ടാപ്പി വിളിക്കണതാണ്. ലുട്ടാപ്പി ബിനോയ്. ഇന്ന് ട്രോൾ വീഡിയോ ഇറങ്ങി കഴിയുമ്പം ആ ഫോട്ടോയും ഇവളുടെ ഫേസും വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലെ സാമ്യം കണ്ടിട്ട് നിങ്ങൾക്ക് വിളിക്കണോ വേണ്ടത് നിങ്ങൾക്ക് തരും.
ആര്യതാ ഇവിടെ പൂവും പറിച്ച് നടക്കുക. കാല് വേദന ഉണ്ട് നടക്കുന്നവർക്ക്. ആ ഞാൻ അത്ര ചാടി ഓടി നിന്ന് ചെരുപ്പിന്റെ ഒരു ടൈറ്റ്നെസ് മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ അവിടുന്ന് ഭയങ്കര കയറ്റുക. അങ്ങനെ ഇത്രയും ചേട്ടൻ കയറ്റി അതിന് ഇതുപോലെ തന്നെ ഇറക്കി കൊണ്ടുപോകണം. ചേട്ടാ പതുക്കെ പോ. ആ കാല് കഴിഞ്ഞ ഈ ചായ വണ്ടിയുടെ അടുത്തെത്തി. നമ്മൾ നടന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇത്ര ഇറങ്ങിയിട്ട് തന്നെ കാല് വേദന ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ സിനിമയിലൊക്കെ കാണിക്കുന്ന ഇടുക്കി ഈ കട്ടപ്പന റോഡിന് നടുക്ക് കുറുകെയുള്ള കിണർ. കണ്ടില്ലേ? ഒരു സമയത്ത് ഇത് ഭയങ്കര വൈറലായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്രയും ആൾക്കാർ വരുന്നില്ല. ആ കിണറാണ് ഈ കാണുന്ന കിണർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ കിണർ അത് തന്നെയാണ്. പിന്നെ വേണ്ട അവിടെ ഇരുന്നുകൊണ്ട് പ്രിൻസസ് ഓഫ് മായാവിയിലെ ലുട്ടാപ്പിയും ഡാഗിനിയും കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് കിണർ. ഇത് അത്യാവശ്യം നല്ല വലിയൊരു വളവാണ്. ആ വളവിൻ്റെ നടുക്കാണ് ഈ കിണർ നിൽക്കുന്നുണ്ട്. അവിടുന്ന് കയറി വരുന്ന കയറ്റവും ഇവിടുന്ന് ഇറങ്ങി വരുന്ന ഇറക്കവുമാണ്. അതിൻ്റെ നടുക്കാണ് ഈ കിണർ, അതും ആ വളവിന് തന്നെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ തുമ്പച്ചി മലയും പിന്നെ നാടുകാണിയൊക്കെ കണ്ടതിന് ശേഷം എന്താ പൊന്നെ എന്തോ വീട്ടിൽ വന്നപ്പം അമ്മയും അച്ഛനും കൂടെ നല്ല അടിപൊളി സ്പെഷ്യൽ കപ്പ ബിരിയാണി. സൂപ്പർ അല്ലേ? സൂപ്പർ 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 കപ്പ ബിരിയാണി. ആരാ വെച്ചാ? അമ്മ അച്ഛനാ? ആ സെറ്റ് ആയിട്ടുണ്ടെന്ന് കേട്ടോ. അടിപൊളി സൂപ്പർ. ക്യാമറ എവിടെ? വേണ്ട അച്ചാർ വേണ്ട. മോ കഴിക്കാം. അതായത് പിന്നെ കുഞ്ഞിന് വേണം ഒന്ന്. ഗബ്രൂട്ടൻ അച്ചാർ വേണം. ഗബ്രൂട്ടൻ അച്ചാർ വേണം. ഒത്തിരി ഉണ്ട്. മതി 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 മതി. അപ്പോ ഞങ്ങള് ഇന്ന് ഇടുക്കിയിൽ വന്നിട്ട് നമ്മുടെ എത്രാമത്തെ ദിവസമാണ്? ഓ സൂപ്പർ 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 അല്ലേ? അതെ, രണ്ടാമത്തെ ദിവസം. ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസം. അപ്പൊ നമുക്കാണെങ്കിൽ കപ്പ ബിരിയാണി കഴിക്കാവേ. ഞാൻ കഴിച്ചു നോക്കി, ടേസ്റ്റ് ഉണ്ട്. ഹായ് എല്ലാവർക്കും ഹായ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂട്ടുകാരെ ബൈ.